നമ്മളിൽ ചിലർ ഇന്നലെയുടെ ആൾക്കാരും ചിലരാകട്ടെ നാളെയുടെ ആൾക്കാരും. ഇന്നിൻ്റെ ആൾക്കാരുടെ എണ്ണം തുലവും പരിമിതമാണ്. ചിലർ ഇന്നലകളിൽ ജീവിക്കുന്നു, ചിലർ നാളുകളിൽ ജീവിക്കുന്നു. ഈ കാര്യം മനസ്സിലാക്കുന്ന അമേരിക്കൻ കാർട്ടൂണിസ്റ്റായ ബിൽ കീൻ ഇങ്ങനെ എഴുതി വെക്കും: യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി, ടുമോറോ ഈസ് എ മിസ്റ്ററി, ആൻഡ് ടുഡേ ഈസ് എ ഗിഫ്റ്റ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ദ പ്രസന്റ്. ശരിയാണ് പ്രിയപ്പെട്ടവരെ, ഇന്നലെ ചരിത്രമാണ്. ചെകഞ്ഞു പോയിട്ടും അന്വേഷിച്ചു പോയിട്ടും ഒരു കാര്യവുമില്ല. നഷ്ടപ്പെട്ടു പോയ വിദ്യാഭ്യാസമായിരിക്കാം, ലഭിക്കാതെ പോയ ജീവിത പങ്കാളിയായിരിക്കാം, ആഗ്രഹിച്ച ജീവിത നേട്ടങ്ങളായിരിക്കാം, കിട്ടിയിട്ടില്ലായിരിക്കാം. അന്വേഷിച്ചു പോയിട്ട് കാര്യമില്ല. ചിലർ നാളെയുടെ ആൾക്കാരാണ്. എന്തായിത്തീരും 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 എന്നവരുടെ ചോദ്യം. അവർക്കൊരു ഉത്തരം ബൈബിളിലുണ്ട് കേട്ടോ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം. അതിങ്ങനെ നമ്മൾ വായിക്കും: നിന്റെ തലയിലെ ഓരോ മുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ആകുലപ്പെടണമെന്ന് അതിനർത്ഥം. അപ്പം നമുക്ക് ഇന്നലകളിൽ ജീവിക്കാതെ, നാളുകളിൽ ജീവിക്കാതെ, ഇന്നുകളിൽ ജീവിക്കുന്ന മനുഷ്യരായി തീരാം. ലിവ് ദ പ്രസന്റ്, ലിവ് ദ പ്രസന്റ് ഇൻ ഇറ്റ്സ് മാക്സിമം. ഇന്നിനെ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുക. ഈ നിമിഷത്തെ ഏറ്റവും മനോഹരമാക്കാനായിട്ട് പരിശ്രമിക്കുക. ലിവ് ദ മൊമെന്റ് ആൻഡ് ലവ് ദ മൊമെന്റ്. ഈ നിമിഷത്തിൽ ജീവിക്കുക, ഈ നിമിഷത്തെ സ്നേഹിക്കുക. ക്യാമറാമാൻ ട്രൈപോഡിനൊപ്പം സോജൻ.